എവിടെയാണ് ഈ പ്രശ്നം വരുന്നത്? അത് പ്രകൃതി നിയമമാണ്. നെഗറ്റീവ് ഉണ്ടെങ്കിലേ പോസിറ്റീവ് ഉണ്ടാവുള്ളൂ. നെഗറ്റീവും ഉണ്ട് പോസിറ്റീവും ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. സംഭവം നെഗറ്റീവ് അടിക്കും, പലതും നമ്മൾ ചെളിവാരി എറിയൊക്കെ ചെയ്യുമെങ്കിലും അതൊക്കെ ഒരു ടൈം പാസ് പോലെയാണ് മലയാളികൾ കാണുന്നത്. നെഗറ്റീവ് അടിക്കാമെന്നൊന്ന് പറഞ്ഞു, അങ്ങോട്ട് പറഞ്ഞു, ഇങ്ങോട്ട് പറഞ്ഞു, അതൊക്കെ ഒരു നെഗറ്റീവ് പറഞ്ഞെങ്കിലും ഒരു അത്യാവശ്യ നേരത്ത്, ശരിയായ ഒരു ആവശ്യം നേരത്ത് ഇതെല്ലാം മറന്നുകൊണ്ട് ജാതി മതം രാഷ്ട്രീയമൊക്കെ വിട്ടിട്ട് ജനങ്ങൾ ഒന്നിച്ചു നിന്നിട്ട് അങ്ങോട്ട് ഒരു മലയാളി സഹോദരന് അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിനൊപ്പം നിൽക്കും. ആ ഒരു മനസ്സുണ്ട്. ബാക്കിയൊക്കെ ഇതിനിടയിലൊക്കെ ടൈം ബീയിങ് ഉള്ള ചില ഇടികളും കുത്തുകളും പാരവെപ്പും അത് ഇതൊക്കെ ഉണ്ടാവും. മനുഷ്യനല്ലേ. നമ്മള് സ്ഥലം കൊടുക്കാന്ന് പറഞ്ഞു. 100 വീട്ടുകാർക്ക് വീട് വെക്കാൻ സ്ഥലം കൊടുക്കാന്ന് പറഞ്ഞു. പിന്നെ ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ആദ്യ ദിവസം തൊട്ടിട്ട് തന്നെ നമ്മുടെ 5 ആംബുലൻസ് അവിടെ ഓടിയിരുന്നു. പിന്നെ വസ്ത്രം, ഭക്ഷണം, അങ്ങനെ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ദിവസേന അവിടെ സപ്ലൈ ചെയ്തിരുന്നു. ഇനിയിപ്പോൾ ഈ സ്ഥലം കൊടുക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവരുടെ ആൾക്കാർ വന്ന് അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്, പരീക്ഷിക്കുന്നുണ്ട്. ഒരുപാട് പേര് ഈ പലപ്പോഴും വ്യക്തിഹത്യ സോഷ്യൽ മീഡിയ നടക്കുന്നതിനെ പറ്റി എന്താണ് പറയുന്നത്? താങ്കളും അതിനൊരു ഇരയാണ്. അതെ അതെ അതിനെപ്പറ്റി അതെ പറയാവുന്നതാണ്. സോഷ്യൽ മീഡിയയിൽ എപ്പോഴും നെഗറ്റീവുകൾ ഉണ്ടാവാറുണ്ട്. അത് ഞാൻ പോസിറ്റീവ് ആക്കി മാറ്റും. ഇപ്പൊ ഇവിടെ തന്നെ അതിന് എന്താണെന്നറിയാം, സത്യമുണ്ടെങ്കിൽ ആരെന്ത് പറഞ്ഞാലും അത് സത്യമായി പുറത്തേക്ക് ഒരു ദിവസം വരും എന്നതാണ്. ഇപ്പോ സമ്മാനം കിട്ടണില്ല എന്ന് പറയുകയുണ്ടായി. പക്ഷെ ഇന്നത്തെ മീഡിയ എടുത്ത് നോക്കിയാൽ കാണാം 11 ലക്ഷം പേർക്ക് 24 കോടി രൂപ കൊടുത്തു. രേഖാമൂലം QR കോഡ് സ്കാൻ ചെയ്ത് അറിയാം. ബാങ്കിൽ നിന്ന് അക്കൗണ്ട് വഴി പോയിട്ടുള്ളതാണ്. അപ്പൊ അത് വളരെ ക്ലിയർ ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പൊ അങ്ങനെ ഓരോന്ന് ഇന്നലെ നാളെ പുറത്തേക്ക് വരും പോസിറ്റീവായിട്ട്. അതാണ്. സോ conquer the world with love. Love you, everybody. You're on board. അതാണ് പോച്ചേ. Yes.